ചൈനയുടെ മിലിറ്ററി കാർഗോ വിമാനങ്ങൾ ഇറാനിലേക്ക് പെയ്തിറങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കിടയിൽ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ 1 എന്ന വീതം രൂപത്തിലോ അതല്ലെങ്കിൽ മണിക്കൂറിൽ 1 എന്ന തരത്തിലോ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് മിലിറ്ററിയുടെ ആയുധം വഹിച്ചു കൊണ്ടുള്ള വിമാനങ്ങൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബോയിങ് 747 വലിയ ചരക്ക് വിമാനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നിലവിൽ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും ഇത് ചൈനയിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇവിടേക്ക് എത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. റഡാറിൽ പോലും കുടുങ്ങാത്ത വിധം വളരെ രഹസ്യമായ രീതിയിലാണ് ചൈനയും ഇറാനും തമ്മിൽ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിരിക്കുന്ന ഈ സായുധ സൈനിക ഇടപാടുകളൊക്കെ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കാർഗോ വിമാനങ്ങളും ഇതിനു മുൻപ് യാത്രാ വിമാനത്തിലും ആയുധങ്ങൾ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ യുദ്ധസംബന്ധമായിരിക്കുന്ന സംവിധാനങ്ങളുള്ള ഏതെങ്കിലും മെഷീനറി സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടിന് മുമ്പ് പുറത്തു വന്നിരുന്നു. പക്ഷേ ഇറാനോ അല്ലെങ്കിൽ ചൈനയോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഏകദേശം 20-ലധികം മിലിറ്ററി കാർഗോ വിമാനങ്ങളാണ്, അഥവാ ബോയിങ് 747 ഇതിലൂടെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനാണ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് ആരംഭിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ 2 രാജ്യവും ഇത് അംഗീകരിക്കാത്തത് കൊണ്ട് എന്തിനായിരിക്കും എത്തിയത് എന്ന തരത്തിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യം ഇങ്ങനെയാണ്. പ്രതിരോധ സംവിധാനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടും ഏതെങ്കിലും തരത്തിലൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് ഇറാനെ ഉപകരിക്കുന്ന തരത്തിലുള്ള സംവിധാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതുമാണ്. അതിന് ഉദാഹരണം പറയുന്നത് എങ്ങനെയാണ്, ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് പരമാവധി റഷ്യയുടെ പ്രതിരോധ ആയുധങ്ങൾ ഉക്രൈൻ്റെ ആയുധവുമായിട്ട് പ്രതിരോധത്തിലേർപ്പെട്ടിരുന്നു. അപ്പോൾ എത്രത്തോളം തങ്ങൾക്ക് ഗുണപരമായി അത് ഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ റഷ്യക്ക് സാധിച്ചു. ഇതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു അവസരമായിട്ട് ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിച്ചുകൊണ്ട് ഉപയോഗിക്കുകയാണ് എന്നും ഇതിൻ്റെ കൂടെ വായിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് 2 ലക്ഷ്യമാണുള്ളത്. ഒന്ന്, ഇറാനെ സഹായിക്കുക. ഇറാന് തീർച്ചയായിട്ടും ആയുധങ്ങളും സൈനികമായിരിക്കുന്ന വെടിക്കോപ്പ് അടക്കമുള്ള സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ചൈന തദ്ദേശീയമായി ഈ നിർമ്മാണ പ്രവൃത്തി ചെയ്തിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. 2 രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു അമേരിക്കയാണ് എന്നതിനാൽ ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ 2 കൂട്ടർക്കും വലിയ താല്പര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമായിരിക്കുന്ന യുദ്ധസമാന സാഹചര്യങ്ങളൊന്നും ഇപ്പോഴും നീങ്ങിപ്പോയിട്ടില്ല. ഇപ്പോൾ പല ഘട്ടങ്ങളിലും സംസാരിക്കാറുള്ളത് ഇറാനാണ്. അമേരിക്കയെക്കാളേറെ സംസാരിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഇറാനാണ്. ഇറാൻ പറയുന്ന കാര്യം തന്നെ വളരെ കൃത്യമാണ്. അവർ പറയുന്ന കാര്യം, ഞങ്ങൾ ഈ അമേരിക്കയുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല. ആ യുദ്ധത്തിൻ്റെ മൂർച്ച ഇപ്പോഴും നിലനിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട്. തങ്ങൾക്കെതിരെ അത്ര മോശപ്പെട്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. തങ്ങളത് ചെയ്യും എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിലിറ്ററി ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അവർ മറ്റു രാജ്യത്തിൽ ഇടപെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ നിരീക്ഷണം അമേരിക്ക പല ഘട്ടത്തിലും നടത്താറുണ്ട്. യുദ്ധസമാന സാഹചര്യങ്ങൾ ഒരുപാട് ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചൈനയെ ആക്രമിക്കുന്ന സമയത്ത് അതിനുള്ള തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യം ഈ യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല, ആ വിധത്തിലായിരിക്കും എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്ക മനസ്സിലാക്കുക. അതുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് ഇതുവരെ എത്താത്തത്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന ഒരു രാജ്യമാണ്. നയതന്ത്ര ബന്ധത്തിനപ്പുറം വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമാണ്. റഷ്യക്ക് വലിയ രീതിയിലുള്ള സഹായം ഈ ആയുധപരമായ രീതിയിൽ നൽകിയ രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്നത്. അവരുപയോഗിക്കുന്ന പരമാവധി 30% മിസൈലുകളും ഇറാൻ്റെ നിർമ്മിതമാണ് എന്ന് മുൻപ് തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറഞ്ഞതാണ്. ആ നിലപാടിന് ശേഷം, അതായത് ഈ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും ഇപ്പോൾ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും ആകെ ഉക്രൈൻ പറഞ്ഞിരിക്കുന്ന പരാതി എന്ന് പറഞ്ഞാൽ തങ്ങളെ ആക്രമിച്ചതിൽ നല്ലൊരു ശതമാനം മിസൈലുകളും തങ്ങളത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് അത് ഇറാൻ്റെ നിർമ്മിതമാണ്. ഇറാൻ അത് റഷ്യക്ക് നൽകുന്നു, റഷ്യ തങ്ങൾക്ക് നേരെ ഉപയോഗിക്കും. അതുകൊണ്ട് ഇവരിൽ നിന്ന് റഷ്യയിലേക്ക് ആയുധം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ബ്ലോക്ക് ചെയ്യണം, അത് നിയന്ത്രിക്കണം, നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ അമേരിക്കയും ഇറാനും തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടന്നിട്ടില്ല, അത് നടക്കില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉറപ്പുമാണ്.
ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. കാര്യം ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവിടെ യമൻ സർക്കാർ അല്ലെങ്കിൽ യമനെ പിന്തുണക്കുന്ന ഹൂത്തി വിമതർ ഈ മേഖല ഒന്നുകൂടി ശക്തമാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അത് ഇറാൻ്റെ നേരെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ട് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കാൻ ഏറെക്കുറെ ഇവർ തയ്യാറായിരിക്കുന്നു എന്ന് പ്രാദേശിക റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. ദേശീയ തലത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇല്ല. ഇപ്പം ഇറാൻ്റെ വിഷയങ്ങൾ വന്നതോട് കൂടിയിട്ട് നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. അതിനർത്ഥം ഗസയിൽ പ്രശ്നങ്ങളില്ലെന്നോ അമേരിക്ക ആക്രമിക്കുന്നില്ലെന്നോ അവിടെ മരണം നടക്കുന്നില്ലെന്നോ ഒന്നുമല്ല. അവിടെ നടക്കുന്ന സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സങ്കീർണമായിട്ട് തന്നെ തുടരുകയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ തണുപ്പ് കൊണ്ട് ഒരു കുട്ടി മരണപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാത്തതും കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, കറണ്ട് ഇല്ലാത്തതും, അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട ടെൻറ്റുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോയതും, മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ സൈനികർ തന്നെ ചേർന്നുകൊണ്ട് ടെൻറ്റുകൾ JCB ഉപയോഗിച്ചുകൊണ്ട് തകർത്തുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പ്രാദേശിക തലത്തിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുകയും വലിയ രീതിയിൽ പ്രക്ഷോഭവും വിഷയങ്ങളും ആയി നിൽക്കുന്ന ഇറാൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോടുകൂടി ഇത് എവിടെയും ഇല്ലാതായിപ്പോയി അല്ലെ പോകുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ചൈന ഇതിൽ നേരിട്ട് ഇടപെടുന്നു, റഷ്യയും ഇടപെടുന്നുള്ള ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇറാൻ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ എത്രത്തോളം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുമോ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ടാണ് അവർ ഈ മുന്നേറ്റം നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവിടെ അമേരിക്കയ്ക്ക് പറ്റിയിരിക്കുന്ന വലിയ ഫാൾട്ടുകളിലൊന്ന് ഇറാൻ്റെ കൈവശത്തിൽ എത്രത്തോളം ആയുധമുണ്ട്, അതെവിടെയാണ് സൂക്ഷിക്കപ്പെട്ടത്, അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമില്ല. അതൊരു വലിയ പ്രയാസം നിലനിൽക്കുന്നതിൻ്റെ അപ്പുറം ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ ഒരു ആക്രമണ രീതികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നേരിട്ട് കൊണ്ട് ചൈനയും റഷ്യയും ഇടപെടും എന്നുള്ളത് ഏറെക്കുറെ അമേരിക്ക ബോധ്യമായപ്പോഴാണ് പതുക്കെ ആ സംവിധാനത്തിൽ നിന്ന് അമേരിക്ക മാറി ചിന്തിച്ച് തങ്ങൾ ആക്രമിക്കാനില്ല എന്ന് തന്നെ പറഞ്ഞു. പ്രക്ഷോഭകാരികളോട് നിങ്ങൾ ആ സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ കയ്യേറൂ, അവിടെ പിടിച്ചടക്കൂ, ഞങ്ങളുടെ തൊട്ട് പുറകിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക വളരെ പെട്ടെന്നാണ് നിലപാടിൽ മാറ്റം വരുത്തിയത്. എന്നിട്ട് എന്താ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾ ഈ ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളിപ്പോൾ ഇല്ല എന്ന തരത്തിൽ മാറി നിലപാട് പറഞ്ഞിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ചൈനയുടെ പരമാവധി ആയുധങ്ങൾ ഇവിടെ എത്തി എന്ന് പറയുന്നത് അത് യുദ്ധസമയത്ത് പോലും ഉണ്ടായത്. ഇസ്രായേലും ഇറാനും യുദ്ധം ചെയ്ത സമയത്തും കാർഗോ വിമാനങ്ങൾ പലതരത്തിൽ പറഞ്ഞ് യാത്രാ വിമാനങ്ങൾ, കാർഗോ വിമാനങ്ങൾ, മിലിറ്ററി വിമാനങ്ങൾ ഇതെല്ലാം വളരെ രഹസ്യമായി തന്നെ ഈ ചൈനയിൽ നിന്ന് ഇറാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു റഡാർ സംവിധാനം പിടിക്കാൻ പറ്റാത്ത വിധമാണ് യഥാർത്ഥത്തിൽ അവിടേക്ക് ആയുധങ്ങൾ പെയ്തിറങ്ങിയത്. ആദ്യ ഘട്ടത്തിൽ കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിച്ചു, തിരിച്ചടിക്കാനും വേണ്ടി സാധിച്ചു. 2 തരത്തിലാണ്. അത് റഷ്യയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ അവിടെ പ്രവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അത് ഇറാൻ സമ്മതിച്ചിട്ടില്ല, അത് റഷ്യ ചൈന അവർ സമ്മതിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം അവിടെ ഉണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരുടെ പ്രതിരോധ സംവിധാനം കൊണ്ടാണ് ഇസ്രായേലിൻ്റെ മിസൈലുകളും സംവിധാനവും തകർത്തത് എന്ന് ഇറാനും പറഞ്ഞിട്ടില്ല. പക്ഷേ 2 തരത്തിൽ അവിടെ യുദ്ധം നടന്നിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേൽ പ്രയോഗിക്കപ്പെട്ട ആയുധങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു. രണ്ടാമത്തത്, ആ പ്രതിരോധം നടക്കുന്ന സമയത്ത് തന്നെ ശക്തമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു.